വെള്ളത്തിലിറങ്ങി വേണം നീന്തൽ പഠിക്കാൻ. ആദ്യമാദ്യമൊക്കെ നീ അറിയാതെ തന്നെ നിന്റെ കൈകാലുകൾ വെള്ളത്തിൽ തുഴഞ്ഞുകൊണ്ടിരിക്കും. അതുപോലെ ജീവിത പങ്കാളിയിൽ നീ സൃഷ്ടാവായ അല്ലാഹുവിനെ കാണണം. അത് നീന്തൽ പോലെ ആദ്യമൊക്കെ ദുഷ്കരമായിരിക്കും, പിന്നീട് അത് ശീലമായിക്കൊള്ളും. നമ്മുടെ വീട്ടിലുള്ള ഫക്കീറിനെ കണ്ട നിനക്ക് എന്തു തോന്നുന്നു? അവരെ കാണുമ്പോൾ ഒരു കുടുംബാംഗത്തെ പോലെ തോന്നി. അവരോട് സംസാരിക്കുമ്പോൾ കുഞ്ഞിനോട് അമ്മ സംസാരിക്കുന്ന അത്ര സന്തോഷം തോന്നി. വരാം, താ വന്നു കഴിഞ്ഞു. അല്ലാ മാലിക്. നേരത്തെ ഉണർന്ന് അങ്ങ് എങ്ങോട്ടാ പോയത്? വീട്ടുടമസ്ഥന് ഉത്തരവാദിത്തങ്ങൾ കൂടുതലല്ലേ, അതുകൊണ്ട് എല്ലാവരെക്കാളും മുൻപേ എഴുന്നേൽക്കണം, മറ്റുള്ളവരെക്കാൾ വൈകി ഉറങ്ങണം. ഇവരുടെ മകന്റെ നിക്കാഹ് നിശ്ചയിച്ചിരിക്കുക. നിക്കാഹ് അങ്ങയുടെ സാന്നിധ്യത്തിൽ വേണം നടക്കാൻ. ചടങ്ങ് ഷിർഡിയിൽ വെച്ചാ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അല്ലാ മാലിക്. ഫക്കീറെ, നിങ്ങൾ എന്തിനാ ഞങ്ങളുടെ കൂടെ ഇങ്ങനെ വെയിലത്ത് നടക്കുന്നത്? ഈ വണ്ടിയിൽ കയറി ഇരിക്കാമല്ലോ. സാരമില്ല. ഫക്കീർ, ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ട് നിങ്ങൾ എന്തിനാ ഞങ്ങളുടെ കൂടെ വെയിലത്ത് നടന്നു വരുന്നത്? ചാന്തുബായ്, മനസ്സിനുള്ളിലെ പവിത്രമായ ചിന്തകൾ ശരീരത്തിന്റെ വ്യായാമം പോലെ പ്രയോജനകരമാണെങ്കിൽ ശരീരത്തിന് ഈ നടപ്പ് ഒരു വ്യായാമമാണ്. ആഗ്രഹിക്കുന്നത് സാധ്യമാകണമെങ്കിൽ ശരീരം പ്രധാനമാണ്. ശാരീരിക അവയവങ്ങൾ ധർമ്മം നിറവേറ്റാനുള്ളതാണെന്ന് പറയപ്പെടുന്നു. ഫക്കീർ, ശരീരത്തിന്റെ മേല് വ്യാമോഹം പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ശരീരത്തിലുണ്ടായിരിക്കേണ്ടത് വ്യാമോഹമല്ല, ഉത്തരവാദിത്വം. നമ്മളൊരു വിത്തു നട്ടാൽ അത് വളരുന്നത് എത്ര ജാഗ്രതയോടെ കാത്തിരിക്കും. അതുപോലെ ഈ ശരീരം ദൈവം നട്ട ചെടിയാണ്. ഈ ചെടിയാകുന്ന ശരീരത്തെ അവിടത്തേക്ക് തിരിച്ചേൽപ്പിക്കുന്നത് വരെ ജാഗ്രതയോടെ കാത്തു സൂക്ഷിക്കണം. ശരീരത്തെ സൂക്ഷിച്ചുകൊണ്ട് തന്നെ ലക്ഷ്യത്തിലെത്തിച്ചേരണം. ആ ലക്ഷ്യം ശരീരമില്ലാതായതിനു ശേഷവും തുടർന്നുകൊണ്ടിരിക്കണം. ആത്മവിശ്വാസമുണ്ടെങ്കിൽ ശരീരത്തിന് നേടാനാകാത്തതൊന്നുമില്ല. അതുകൊണ്ടാണ് നമ്മുടെ മുൻഗാമികൾ ദേഹം ദേവാലയമാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ദൈവം വസിക്കുന്ന ആലയം എത്ര പവിത്രമായിരിക്കണം, അതിലുള്ള ചിന്തകളും അതുപോലെ ശുദ്ധമായിരിക്കണം. അതല്ലാതെ വ്യാമോഹത്തിന് വഴിതെളിക്കാൻ പാടില്ല. മോക്ഷത്തിനുള്ള വഴി തുറക്കണം. ആ ലക്ഷ്യത്തിനു വേണ്ടിയാണ് ജീവിക്കേണ്ടത്. നിന്റെ മോൻ എൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട് വീട് പണയം വെച്ചിരിക്കുക. ഇതുവരെ പലിശയില്ല, മുതലുമില്ല. ഇനി ഞാൻ ഒരു ദിവസം പോലും ക്ഷമിക്കില്ല. മര്യാദക്ക് എന്നോട് വാങ്ങിയ പണം മൊത്തം തന്നേക്ക്, ഇല്ലെങ്കിൽ വീടൊഴിഞ്ഞു പോവാൻ നോക്ക്. എന്റെ മകൻ നാട്ടിൽ പോയിരിക്ക, വന്നിട്ട് അവനോട് ചോദിക്ക. എന്നോട് എന്തിനാ ചോദിക്കുന്നേ? നാട്ടിൽ പോയവൻ തിരിച്ചു വരുന്നിടം വരെ കാത്തിരിക്കാനേ ഇത് കല്യാണ നിശ്ചയമൊന്നുമല്ല. നിന്റെ മകൻ വരുന്നവരെ കാത്തു നിൽക്കാൻ എനിക്ക് പറ്റില്ല. ആദ്യം തരാനുള്ള തന്നിട്ട് പിന്നെ നീ നിന്റെ വീട്ടിൽ കയറിയാ മതി. എന്റെ മകൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിയതിന് എന്ത് തെളിവാ ഉള്ളത്? അവൻ നാട്ടിലില്ലാത്തത് കൊണ്ടല്ലേ നിന്റെ കൊമ്പിന് ഇത്ര നീളം? എന്റെ നെറ്റിയിലെ കൊമ്പിന്റെ നീളവും നിന്റെ നാവിന്റെ നീളത്തെയും കുറിച്ച് പറയാണ്ട് എന്റെ മുതലും പലിശ തരാനുള്ള കാര്യം പറ. കുറച്ച് സാവകാശം കൊടുക്കൂ.
അപ്പോഴേക്കും അവരുടെ മകനിങ്ങെത്തും. നിങ്ങളുടെ കട ഉറപ്പായിട്ടും തന്നു തീർക്കും. ഉടനെ തരാൻ പറഞ്ഞാൽ അവരെവിടുന്ന് വെച്ചാ കൊണ്ടു തരുന്നേ? ബാട്ടി യജമാനെ തുണയും കൂട്ടുമില്ലാത്ത സ്ത്രീയാ. പെട്ടെന്ന് ഇത്ര വലിയ കടം തീർക്കാൻ പറഞ്ഞാ എങ്ങനെ തീർക്കും? അവനെന്ന് എന്തൊക്കെയാ സംസാരിച്ചത്? ഞാൻ ഈ നാടിന്റെ നരകാസുരനെന്നും ഇവരീ നാടിന് നന്മ ചെയ്യാമെന്ന കാളികാദേവിയെന്നും സംസാരിക്കാണ്ട് മാനാഭിമാനമുണ്ടെങ്കിൽ എന്റെ പൈസ തന്നിട്ട് പോകാൻ പറ. ബാട്ടി യജമാനെ, നിങ്ങൾ ഈ ഗ്രാമത്തിന്റെ തലവനാ. ജനങ്ങളുടെ കഷ്ടപ്പാടുകളെക്കുറിച്ച് നന്നായിട്ട് അറിയുന്നയാളാ. നിങ്ങളുടെ കടം തീർക്കാതെ ആരും എങ്ങോട്ടും പോകില്ല. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആവുന്നേ ഉള്ളൂ. ദയവ് കാണിച്ച് നിങ്ങൾ കുറച്ചുകൂടെ സാവകാശം കൊടുക്കണം. ആ സാവകാശം കൊടുത്തുകൊണ്ടാ ഇത്രയും നാൾ ഞാൻ ശ്രമിച്ചിരുന്നത്. വലിയ മനുഷ്യനായതുകൊണ്ടാ ഇത്രയും നാൾ വലിയ മനസ്സോടെ ഞാൻ സഹിച്ചിരുന്നത്. ഇനി എന്നെ കൊണ്ട് പറ്റില്ല. നിങ്ങൾക്ക് ധാരാളം സമ്പത്തുള്ളതല്ലേ? അവർക്ക് കുറച്ച് സാവകാശം കൊടുത്താൽ അവർ ആ കടം വീട്ടിക്കൊള്ളും. ഇതിൽ കൂടുതൽ ഞങ്ങൾക്കൊന്നും പറയാനില്ല. എന്റെ സ്വത്തെല്ലാം ഇതുപോലെ ദാനധർമ്മം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാ ഞാനും നിങ്ങളെപ്പോലെ സന്യാസിയായിട്ട് നടക്കേണ്ടി വരും. സായി, അല്ലാ മാലിക്. എന്റെ വിശപ്പകറ്റാൻ ഈ അമ്മയുണ്ടല്ലോ. പക്ഷെ ഇവരുടെ വിശപ്പകറ്റാൻ ഒരാൾ വേണമല്ലോ. ആരാ മോനെ നീ? എനിക്ക് ദൈവത്തിന്റെ അരുൾപ്പാടുണ്ടായി. അയ്യോ ഭഗവാനെ. സ്വാമി, സ്വാമി, ഇപ്പൊ പോയ ആ മകൻ ആരാ സ്വാമി? അവൻ ദൈവത്തിന്റെ മകനാ. ഇവിടെ വർഷങ്ങളായി തപസ് ചെയ്യുകയാ. ഈ വേപ്പുമരം ആ മകന്റെ ഗുരുസ്ഥാനിയാ. ഇവിടെ ഉള്ളവര് പോരാഞ്ഞിട്ടാണോടാ? ഈ ഫക്കീർ ആരാടാ? നിങ്ങൾ തന്നെ പറഞ്ഞില്ലേ ഫക്കീറെന്ന്? എന്താടാ പെട്ടെന്ന് എല്ലാരും കൂടി അവന്റെ കൂടെ കൂടിയത്? എങ്ങനെ പോവാതിരിക്കും?
അങ്ങയോടൊരു ഭയഭക്തി ബഹുമാനമൊന്നും ഇല്ലല്ലോ. അങ്ങ് പോയി വിശ്രമിക്കേ. കാര്യവിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാം കുടിയിലേക്ക് വന്നേക്കാം. വായ മുട്ര. ഇന്ന് ഞാൻ രണ്ടാം കുടിയിലേക്കില്ല. അസംബന്ധം. ഞങ്ങൾ ഒന്നാം കുടിയിലേക്ക് തന്നെ വന്നേക്കാം. യജമാനം പൊക്കോ. വരൂ സായി. വരൂ. പേര് ചൊല്ലി വിളിച്ചില്ലേ? ഞാൻ പേര് ചൊല്ലി വിളിച്ചുന്നോ? സായി എന്ന് വിളിച്ചത് നിങ്ങളല്ലേ? അതങ്ങേക്ക് കാലങ്ങളായിട്ടുള്ള പേരല്ലേ? ഓർമ്മപ്പെടുത്തിയത് നിങ്ങളല്ലേ? ആ ഭാഗ്യം തന്നത് അവിടുന്നാണ്. അതെന്റെ ഭാഗ്യം. എവിടെ നിന്നാണ് വരുന്നത് സായി? എവിടെ നിന്ന് വന്നാലും ഇവിടെ എത്താനാ യാത്ര തിരിച്ചത്. ഇത് ഭഗവാന്റെ ക്ഷേത്രമാണ്. അതെ, ഭഗവാനെ തന്നെയാണ് കാണുന്നത്. ദൈവത്തെ കാണാൻ ദൈവം തന്നെ വന്നിരിക്കുന്നല്ലോ. ഞാൻ ദൈവമല്ല, ദൈവങ്ങളെ കാണാൻ വന്നതാണ്. ദൈവങ്ങളോ? ആരാണ് സായി? നിങ്ങളൊക്കെ തന്നെ. ഞങ്ങൾ ദൈവങ്ങളോ? ഞാൻ നിങ്ങൾക്ക് ദൈവമാണെങ്കിൽ നിങ്ങൾ എനിക്കും ദൈവമാണ്. ഓർമ്മയുണ്ടോ അമ്മേ? നിന്നെ മറക്കാൻ പറ്റുമോ മോനെ? നീ സായിയാണോ? ഞങ്ങളുടെ സായിയാണോ നീ? അമ്മയെ തേടി മകൻ വന്നിരിക്കുകയാണമ്മേ. അതേ അമ്മയുടെ പുണ്യമാ മോനെ. അമ്മയെ തേടി മകൻ വന്നിരിക്കുകയാണമ്മേ. അതേ അമ്മയുടെ പുണ്യമാ മോനെ. ആ, അങ്ങയെ സായി എന്ന് വിളിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്കുണ്ടായല്ലോ സായി. എന്തു പേര് വിളിച്ചു എന്നതിലല്ല, വിളിച്ചു എന്നതിലാണ് കാര്യം. പേര് മുഖ്യമല്ല. ഓ, അങ്ങയെ ലോകം സായി എന്ന് വിളിച്ച് പരമാനന്ദം കൊള്ളുന്നു. സാക്ഷാൽ ദൈവത്തിന് പേര് നൽകാനുള്ള ഭാഗ്യം ഈ പൂജാരിക്ക് കിട്ടിയിരിക്കുക. അങ്ങയുടെ ഈ നാമം ലോകം മുഴുവൻ അറിഞ്ഞ് വിശ്വപ്രസിദ്ധമായി ലോകത്തിനാകെ ആശ്രയമായി മാറും. ഈ സായി നാമത്തിൽ അള്ളാഹു ഉണ്ട്. അങ്ങാണ് ഞങ്ങളുടെ അള്ളാഹ്, അങ്ങാണ് ഞങ്ങളുടെ സായിയും. സായി സായി. മനസ്സിലായി. ശരി, പുറപ്പെട്. ആദ്യം നീ പോടാ. സായി, ഇനി അവിടെ നിന്നാണ് ഞങ്ങളുടെ ദൈവം. എല്ലാവരുടെയും ദൈവം അവിടുന്നാണ്. അല്ലാ മാലിക്. ദൈവം ഓരോ യുഗത്തിലും ഭക്തർക്ക് വേണ്ടി അവതാരമെടുക്കാറുണ്ട്. ഞങ്ങൾക്കായി അങ്ങ് അവതാരമെടുത്തതാണോ സായി? ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ വരുമ്പോഴാണ് ബന്ധങ്ങൾ നീണ്ടു നിൽക്കുന്നത്. ഒരാൾക്ക് വേണ്ടി എല്ലാവരും വരണം, എല്ലാവർക്കും വേണ്ടി ഒരാൾ വരണം. എല്ലാവരും എല്ലാവരെയും ചേർത്ത് നിർത്തി മുൻപോട്ട് പോകണം. ദൈവത്തെക്കുറിച്ച് കേൾക്കുന്നതേ ഭാഗ്യമെന്ന് കരുതുന്ന ഈ ലോകത്ത് ദൈവം തന്നെ കൺമുന്നിൽ അവതരിച്ചാൽ അതിലപ്പുറം വേറെന്ത് വേണം? ദൈവവുമായിട്ടുള്ള നേരിട്ടുള്ള ബന്ധം മോക്ഷം തന്നെ സായി. മോക്ഷം നൽകുന്ന ദൈവത്തിന് ആവശ്യം മോക്ഷത്തിന് അർഹരായ ഭക്തരെയാണ്. ആ ഭക്തരെയാണ് ദൈവം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. ആവശ്യമെങ്കിൽ നേരിട്ടും വരും. കൂടെയിരുന്ന് ഭക്തരെ തിരഞ്ഞെടുത്ത് തന്നിലേക്ക് ചേർത്ത് വയ്ക്കും. ദൈവമെന്നാൽ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നവനാ. ഭക്തനെ യഥാർത്ഥത്തിൽ ദൈവത്തിന് കിട്ടിയാൽ ദൈവം ഭക്തന്റെ അടുത്തു തന്നെ ഉണ്ടാകും. എത്രയധികം ഭക്തരുണ്ടായാലും ശരി, അത്രയും പേരോട് ഒരേ സമയം സംസാരിക്കാൻ പറ്റും. ഭക്തരെ അനുഗ്രഹിക്കാനും സാധിക്കും. അല്ലാ മാലിക്.
അസ്സലാമലൈക്കും. സലാമലൈക്കും. അസ്സലാമലൈക്കും, ചന്തുഭായ്. ഇരിക്കൂ. അപ്പോൾ ഇനി നിക്കാഹിന്റെ ചടങ്ങുകൾ ആരംഭിക്കാം. വരൂ. അമ്മേ, 20 സെന്റ് സ്ഥലം, 10 പവൻ സ്വർണം സ്ത്രീധനമായി തരാൻ തീരുമാനിച്ചിട്ടുണ്ട്. സമ്മതമാണോ? സമ്മതം. അങ്ങനെയെങ്കിൽ ഞാൻ പറയുന്നത് 3 പ്രാവശ്യം പറയണം. അൽഹംദുലില്ലാ, 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 അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. അവിടെ കാര്യങ്ങൾക്ക് തീരുമാനമായി. ബാക്കി ചടങ്ങുകൾ തുടങ്ങാം. നോക്ക് നൗഷാദ്, 3 പ്രാവശ്യം അൽഹംദുലില്ലാ പറയണം. പറയൂ. അൽഹംദുലില്ലാ, 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 അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. ചാന്തുഭായ്, നിക്കാഹ് ഭംഗിയായി നടന്നു. അതിന് ഞാൻ എന്താ ചെയ്തേ? എല്ലാം സായിയുടെ അനുഗ്രഹം. അല്ലാ മാലിക്.